ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹരണഫലവും അതുപോലെ തന്നെ ശിഷ്ടവും കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായി നമ്മൾ 10നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ 2 ആയിരിക്കും. ഹരണഫലം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം നമുക്ക് 5 × 2 എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ 10ൽ 2 തവണ 5 ഉൾക്കൊള്ളുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇത് നമ്മളിവിടെ 11 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2 ആയിരിക്കും. ഹരണഫലം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ ശിഷ്ടം എന്ന് പറയുന്നത് 1 ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. സോ നമുക്കിവിടെ ഇവിടെ കോഷ്യൻ്റ് എന്ന് എഴുതാം. കോഷ്യൻ്റ് അഥവാ ഹരണഫലം 2 ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ റിമൈൻഡർ 1 ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. റിമൈൻഡർ അഥവാ ശിഷ്ടം നമുക്ക് ലഭിക്കുന്നത് 1 ആയിരിക്കും. ഇതുപോലെയുള്ള ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഇത് നമുക്ക് എങ്ങനെ സി പ്രോഗ്രാം ഉപയോഗിച്ച് കാണാമെന്നാണ് നോക്കുന്നത്. സോ ഇതിനെ നമുക്ക് Q എന്ന് വിളിക്കാം. അതുപോലെ ഇതിനെ R എന്ന് വിളിക്കാം. ഈ 11നെ നമുക്ക് A എന്ന് കൊടുക്കാം. അതുപോലെ 5നെ B എന്ന് കൊടുക്കാം. സോ നമുക്ക് വേണ്ടത് 4 വേരിയബിൾ ആവശ്യമുണ്ട്: A, B, Q, R. സോ ഞാനിവിടെ ഇൻറ്റ് A, B, Q, R 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സോ ഞാൻ ഇവിടെ printf ഉപയോഗിച്ച് മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. എൻ്റർ ഡിവിഡൻഡ്. സോ നമ്മൾ ഹരിക്കേണ്ട തുക അഥവാ ഹാര്യം എത്രയാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നു. ശേഷം അത് സ്കാൻഎഫ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മുടെ ഹാര്യം അഥവാ ഹരിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് എയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ഹാരകം അഥവാ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത് ആ സംഖ്യ നമ്മൾ എത്രയാണെന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമ്മളുടെ എൻ്റർ ഡിവൈസർ അത് നമ്മൾ ബിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ലൈൻ ബ്രേക്ക് കൊടുക്കുന്നു രണ്ടിനും. ഇനി നമുക്ക് കാൽക്കുലേഷൻ കാണാം. Q = A / B. A എന്ന സംഖ്യയെ B കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഷ്യൻ്റ് അഥവാ നമ്മുടെ ഹരണഫലം ലഭിക്കുന്നതായിരിക്കും. അത് Qയിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ റിമൈൻഡർ കാണുന്നതിന് R = A മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ പെർസെൻറ്റേജ് ഓപ്പറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത് ആറിലോട്ടും സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടും അത് പ്രിൻ്റ് ചെയ്യാം. സോ printf quotient ഈസ് പ്ലേസ് ഹോൾഡർ കൊടുത്ത ശേഷം നമുക്ക് കോഷ്യൻ്റ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് Q എന്ന് പറയുന്ന വേരിയബിളിലാണ്. അത് പ്രിൻ്റ് ചെയ്യുന്നു. നമുക്കൊരു /n കൊടുക്കാം. ശേഷം സെയിം കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ റിമൈൻഡർ കൂടി പ്രിൻ്റ് ചെയ്യുന്നു. റിമൈൻഡർ ഈസ് ആറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ R എന്ന വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു. സോ നമുക്കിനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആദ്യം ഹരിക്കേണ്ട തുക ഞാനിവിടെ 11 കൊടുക്കുന്നു. ശേഷം എൻ്റർ ചെയ്യുന്നു. ശേഷം ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് ആ സംഖ്യ നമ്മളിവിടെ 5 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മുടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 2 കിട്ടുന്നു. കാരണം 11ൽ 5 2 തവണ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ ബാക്കി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. അത് ബാക്കി വരുന്നത് 1 ബാക്കി വരുന്നു. അതാണ് ഈ റിമൈൻഡർ എന്ന് പറയുന്നത് അഥവാ ശിഷ്ടം നമുക്ക് 1 ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഒന്നുകൂടി വേറെ 2 നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. 100 അത് നമുക്ക് 10 കൊണ്ട് ഹരിച്ച് നോക്കാം. സോ നമ്മുടെ ഹരണഫലം 10ഉം അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് 10 തവണ 100ൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഹരണഫലവും അതുപോലെ തന്നെ ശിഷ്ടവും കാണുന്നതിനുള്ള സി പ്രോഗ്രാം ചെയ്യാവുന്നതാണ്.